ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കി. ദില്ലിയിലാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. ഈ പ്രകടന പത്രികയിൽ രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടുന്ന എന്ത് കാര്യങ്ങളാണ് കോൺഗ്രസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്നാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക പുറത്തിറക്കിയത്. RSS അജണ്ടകൾക്ക് ബദലായ മാർഗനിർദ്ദേശങ്ങൾ ഇല്ലാതെയാണ് ഈ ഒരു പ്രകടന പത്രിക പുറത്തു വന്നിരിക്കുന്നത്. അത് സംബന്ധിച്ച ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാട് കോൺഗ്രസിന് ഇല്ല എന്നുള്ളത് നമുക്ക് ഈ ഒരു പ്രകടന പത്രികയിലൂടെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ മനസ്സിലാവും. പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിന് മൗനമാണ്. നമ്മൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു കാര്യമാണ് എന്താണ് കോൺഗ്രസ് പറയാൻ പോകുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നില്ല, കോൺഗ്രസിൻ്റെ നേതാക്കൾ ആരും പ്രസംഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രകടന പത്രികയിൽ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് കമാന്നൊരക്ഷരം ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടില്ല. അതുതന്നെ ഈ ഒരു കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് വ്യക്തമാക്കുന്നതാണ്, പറയാതെ പറയുന്നതാണ്. അതായത് ഈ നിയമത്തെ BJP സർക്കാർ കൊണ്ടുവന്ന നിയമത്തെ ഞങ്ങൾ എതിർക്കാൻ ഞങ്ങൾക്ക് ത്രാണിയില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം. പിന്നീട് ഇത് സംബന്ധിച്ചൊരു അഴകുഴമ്പൻ ഒരു പ്രസ്താവന അതിൻ്റെ അകത്ത് നടത്തിയിട്ടുണ്ട്. അതായത് ന്യൂനപക്ഷങ്ങളുടെ മതവിശ്വാസം സംരക്ഷിക്കുമെന്ന ഒരു പരാമർശമാണ് അതിൻ്റെ അകത്തുള്ളത്. പക്ഷേ ഈ മുസ്ലിങ്ങളുടെ പൗരത്വ വിഷയത്തിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറയുന്നില്ല. അവരെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കിയാൽ കോൺഗ്രസ് എന്ത് ചെയ്യും എന്ന് പറയുന്നില്ല. അവരെ കാരാഗ്രഹത്തിലാക്കിയാൽ കോൺഗ്രസ് എന്ത് ചെയ്യുമെന്ന് പറയുന്നില്ല. നോക്കി നിൽക്കും എന്ന് മാത്രമാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. കാശ്മീരിനെ സംബന്ധിച്ച് ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കാൻ കോൺഗ്രസ് തയ്യാറാകും എന്ന സൂചന ഈ പ്രകടന പത്രികയിലില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഇനി ഒരു മാറ്റം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നതിലും അർത്ഥമില്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അധികാര ദുർവിനിയോഗത്തിൻ്റെ കാര്യത്തിലും അവർക്ക് മൗനമാണ്. കാരണം ഈ അന്വേഷണ ഏജൻസികൾക്കെല്ലാം ഈ വിളയാടാനുള്ള അവസരം ഒരുക്കി കൊടുത്തത് കോൺഗ്രസിൻ്റെ പഴയകാല സർക്കാരുകൾ തന്നെയാണ്. ഈ രാജ്യത്തെ എല്ലാ കരിനിയമങ്ങളുടെ ഉൽപ്പാദകർ കോൺഗ്രസ് സർക്കാരുകൾ തന്നെയാണ്. അടിയന്തരാവസ്ഥ തൊട്ട് ഇങ്ങോട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാ കരിനിയമങ്ങളും ഉൽപ്പാദിപ്പിച്ച് ഈ രാജ്യത്തേക്ക് ഇറക്കി വിട്ടത് കോൺഗ്രസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലൊന്നും വലിയ ഒരു നിലപാട് മാറ്റം കോൺഗ്രസിൽ നിന്ന് ഈ പ്രകടന പത്രിക വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല. പഴയ പെൻഷൻ പദ്ധതി എന്നുള്ളത് സംസ്ഥാന തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കോൺഗ്രസ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. അത് പക്ഷേ ഈ മാനിഫെസ്റ്റോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു കാര്യമില്ല. പഴയ പെൻഷൻ പദ്ധതി തിരികെ കൊണ്ടുവരും എന്നുള്ള കാര്യം കോൺഗ്രസ് ഈ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടില്ല. അവർ മറന്നതാണ് എന്ന് തോന്നുന്നു. പിന്നീടുള്ളത് ഈ കർഷക പ്രശ്നവുമായി എല്ലാം ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ നേതാക്കൾ വലിയ റോളൊന്നും നടത്തിയിട്ടൊന്നുമില്ല. എങ്കിൽ പോലും പലപ്പോഴും അവരുടെ പ്രസംഗങ്ങളിൽ വലിയ രീതിയിൽ ഈ കാർഷിക വിഷയങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. കർഷകരുടെ പ്രശ്നങ്ങൾ, അവരുടെ പട്ടിണി, അവരുടെ ദുരിതം, ഈ കാര്യങ്ങളൊക്കെ അവർ പറയാറുണ്ട്. പക്ഷേ കാർഷിക കടങ്ങൾ എഴുതി തള്ളുന്നതിനെക്കുറിച്ച് ഈ മാനിഫെസ്റ്റോയിൽ ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് രാജ്യത്തിൻ്റെ വലിയ വിഷയങ്ങളെ സംബന്ധിച്ച്, ഭാവിയെ സംബന്ധിച്ചുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസ് ഇപ്പോഴും മൗനം തുടരുകയാണ്. അവരുടെ നിസ്സഹായത പ്രകടിപ്പിക്കുകയാണ്.